പരിസ്ഥിതിദിന ക്വിസ്. എല്ലാ വർഷവും ഏത് ദിവസമാണ് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത്? ഉത്തരം ജൂൺ 5. ഏതു വർഷമാണ് ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചത്? ഉത്തരം 1974. എന്താണ് 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ സന്ദേശം? ഉത്തരം പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നു. ഏത് സംസ്ഥാനമാണ് ഇന്ത്യയിൽ ആദ്യമായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചത്? ഉത്തരം കേരളം. ഏത് വർഷമാണ് പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്നത്? ഉത്തരം 1986. എവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം കൊൽക്കത്ത. എന്നാണ് ഓസോൺ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം സെപ്റ്റംബർ 16. ഏതു വർഷമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം 1972 ജൂൺ 5. ആരാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. ഏത് വൃക്ഷമാണ് പ്രകൃതിയുടെ ഔഷധശാല എന്നറിയപ്പെടുന്നത്? ഉത്തരം വേപ്പ്. ഏതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ വനം? ഉത്തരം ആമസോൺ വനം. ആരാണ് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം യൂജിൻ P. ഓഡ്. ഏത് പേരിലാണ് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖല അറിയപ്പെടുന്നത്? ഉത്തരം ബയോസ്ഫിയർ. എന്നാണ് ലോക വന ദിനം? ഉത്തരം മാർച്ച് 21. ആരാണ് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം റേച്ചൽ കഴ്സൺ. ആരാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം മേധാ പട്കർ. എന്താണ് WWF എന്നതിൻ്റെ പൂർണ്ണരൂപം? ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. എന്നാണ് ലോക പരിസര ദിനം ആയി ആചരിക്കപ്പെടുന്നത്? ഉത്തരം ഒക്ടോബർ 7. ആരാണ് കണ്ടൽ വനങ്ങളുടെ വളർത്തച്ഛൻ എന്നറിയപ്പെടുന്നത്? ഉത്തരം കല്ലേൽ പൊക്കുടൻ. ഏത് വർഷമാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത്? ഉത്തരം 1966. ഏതാണ് കേരളത്തിലെ ജൈവ ജില്ല എന്നറിയപ്പെടുന്നത്? ഉത്തരം കാസർഗോഡ്. ഏത് പ്രസ്ഥാനമാണ് പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം
ചിപ്കോ പ്രസ്ഥാനം. ലോക ജലദിനം എന്നാണ്? ഉത്തരം മാർച്ച് 22. ഏത് രാഷ്ട്രമാണ് ആദ്യമായി ലോകത്ത് പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം കൊണ്ടുവന്നത്? ഉത്തരം റഷ്യ. ഏത് ഭാഷയിൽ നിന്നാണ് പ്ലാസ്റ്റിക് എന്ന പദം ഉത്ഭവിച്ചത്? ഉത്തരം ഗ്രീക്ക് ഭാഷയിൽ നിന്ന്. കേരളത്തെ ഹരിതമാക്കാനുള്ള സ്കൂൾ കുട്ടികളുടെ സഹകരണത്തോടെ തുടങ്ങിയ പദ്ധതി ഏത്? ഉത്തരം എൻ്റെ മരം. എന്ത് കാരണം കൊണ്ടാണ് മണ്ണൊലിപ്പ് ഉണ്ടാവുന്നത്? ഉത്തരം വനനശീകരണം. ആദ്യമായി ഇക്കോളജി എന്ന വാക്ക് ഉപയോഗിച്ചതാര്? ഉത്തരം ഏണസ്റ്റ് ഹേക്കൽ. ഏത് മേഖലയുമായാണ് മേദിനി പുരസ്കാരം ബന്ധപ്പെട്ടിരിക്കുന്നത്? ഉത്തരം പരിസ്ഥിതി. ഏത് പൂവിൻ്റെ ശാസ്ത്രീയ നാമമാണ് കാഷ്യ ഫിസ്റ്റുല? ഉത്തരം കണിക്കൊന്ന. ഏത് പുഷ്പമാണ് പശ്ചിമഘട്ടത്തിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്നത്? ഉത്തരം നീലക്കുറിഞ്ഞി.